ആ പിന്നെ നമുക്ക് നാളെ ഡോക്ടറെ കാണണം, ചെക്കപ്പ് ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ ഡോക്ടർ പറഞ്ഞുതരും. വേണ്ട, ഹോസ്പിറ്റലൊന്നും പോണ്ട. അത് ഹോസ്പിറ്റലിൽ പോണ്ടാത്തെ? ഇനി ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ഒക്കെ നടത്താനുള്ളതാ. എനിക്ക് നാളെ സ്റ്റുഡിയോയിൽ പോണെന്നേ, കുറെ ഡബ്ബിയാനുണ്ട്. ദേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറെ കണ്ടേ പറ്റൂ. കുറച്ച് ദിവസത്തേക്ക് നീ ലീവ് എടുക്ക്, ഞാനും ലീവ് എടുക്കാം. കുറച്ച് ദിവസം നിനക്കൊപ്പം നിൽക്കാം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ലീവൊന്നും കിട്ടില്ല. ഞാൻ ഡബ് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഞാൻ തന്നെ ഡബ് ചെയ്യണം. വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാ അത് വോയിസ് മാറില്ലേ? അങ്ങനൊക്കെ ചെയ്യിക്കാറുണ്ടല്ലോ. ലീവ് എടുക്കാതിരിക്കാൻ നീ ഓരോ കാരണങ്ങൾ പറയല്ലേ? നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞ് നിനക്കൊരു ബാധ്യതയായിട്ട് ഇപ്പൊ തോന്നുന്നേ. അതിനെ ഒരു അനുഗ്രഹമായിട്ട് കരുത്. പക്ഷേ ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്. ആ ബോധം നിനക്ക് വേണം. നല്ലതുപോലെ ശ്രദ്ധിക്കണം. മുമ്പത്തെ പോലെ ഓടാനും ചാടാനൊന്നും പാടില്ല. പറയുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ പക്ഷേ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഇപ്പൊ നിന്നോട് ഞാനെന്താ പറഞ്ഞേ? ശ്രദ്ധിക്കണമെന്നല്ലേ? ദേ അച്ഛമ്മയും നിന്റെ അമ്മയ്ക്ക് നിന്നെ കാണാൻ വരും. ആ സമയത്ത് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കല്ലേ. നല്ല സന്തോഷത്തോടെ പെരുമാറണം. അഭിനയിക്കാനല്ല ഞാൻ പറഞ്ഞത്. നീ ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്നങ്ങ് പോവും. കുറച്ചു മാസം കഴിയുമ്പോ നമ്മുടെ ഈ മുറിയില് ഒരാൾ കൂടി ഉണ്ടാവും. നമുക്കേ തൊട്ടില് ഇവിടെ തൊട്ടില് ദാ ഇവിടെ ഇടാം. പിന്നെ അങ്ങനെ എപ്പോഴും തൊട്ടിൽ കിടത്തൊന്നും വേണ്ട. നമുക്കിതേ ഇവിടെ കിടത്താം. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലോകം എന്ന് പറയുന്നത് കുഞ്ഞായിരിക്കും. നമ്മൾ ജീവിക്കുന്നതന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും. നമ്മളെ തന്നെ അങ്ങ് മറക്കും. അവൻ ചിരിക്കുന്ന കാണാൻ, കമിഴ്ന്ന് കിടക്കുന്ന കാണാൻ, അവിടുന്ന് എഴിഞ്ഞെഴിഞ്ഞ് പോകുന്ന കാണാൻ, ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും കാണാനുള്ള കാത്തിരിപ്പിലായിരിക്കും നമ്മള്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് നമ്മളെ ആദ്യമായിട്ട് അമ്മ അച്ഛാന്ന് വിളിക്കുന്ന ദിവസം, കുഞ്ഞ് പിറന്ന ദിവസം പോലെ തന്നെ ആ ദിവസവും നമ്മള് ജീവിതകാലം മുഴുവൻ ഓർക്കും. നീ നോയിക്കോ, അന്ന് സന്തോഷം കൊണ്ട് നമ്മൾ കരഞ്ഞു പോവും. ദൈവം തന്നതിനെ നീ വേണ്ടെന്ന് വെക്കരുത്. പക്ഷേ നമുക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം വർഷേ. അതിനെ നീ കളയരുത്. എനിക്ക് വേണ്ടിയെങ്കിലും. പക്ഷേ പ്ലീസ്, നീ എനിക്ക് വാക്കുതാ. നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്ന് നീ എനിക്ക് വാക്കുതാ. എന്റെ കൈ തൊട്ട് സത്യം ചെയ്യ് വർഷേ. പ്ലീസ് വർഷേ പ്ലീസ് വർഷേ, ഞാൻ പറയുന്നൊന്ന് കേക്ക് വർഷേ. ശ്രീകാന്ത്, ra